പവിത്രം സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ വേദ ആകെ വിഷമിച്ച് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്തിന് അച്ഛൻ അങ്ങോട്ടേക്ക് വന്ന് പറയുന്നുണ്ട്, ഇങ്ങനെ കരഞ്ഞ് വിഷമിച്ചിരിക്കുന്ന വേദമോളെ എനിക്കിഷ്ടമല്ല. എന്തിനും തൻ്റെ അടുത്തോടെ തന്നെ പൊരുതുന്ന ഒരു വേദമോളെയാണ് എനിക്കിഷ്ടം. വിക്രമിന്റെ മൂക്കിൽ കയറിട്ട് അവനെ പിടിച്ച പിരയാലെ വരച്ച വരാലെ നിർത്തുന്ന ആ ഒരു വേദമോളെയാണ് എനിക്കിഷ്ടം. അല്ലാതെ കരഞ്ഞ് നിലവിളിച്ചുകൊണ്ടതിന് ഇവിടെ സങ്കടപ്പെട്ട് വിഷമിച്ചിരിക്കാനൊന്നും ഈ അച്ഛമ്മ മോളെ സമ്മതിക്കില്ല. എൻ്റെ വേദമോൾ ഒരിക്കലും ഇങ്ങനെയല്ല, ചങ്കൂറ്റത്തോടെയുള്ള എൻ്റെ വേദമോളെ എനിക്ക് തിരിച്ചു കിട്ടണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടതിന് വേദന മനസ്സിലിങ്ങനെ ആത്മവിശ്വാസം കൊടുക്കാട്ടോ അച്ഛമ്മ. അങ്ങനെ അച്ഛമ്മ ഏതായാലും വേദക്ക് ആത്മവിശ്വാസമൊക്കെ കൊടുത്തുകൊണ്ടതിനെ നിർബന്ധിച്ചു കൊണ്ടതിനെ വേദ എങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. വേദയെ കാണുന്ന സമയത്തിന് എല്ലാവരും ഒരു അത്ഭുതത്തോടു കൂടി തന്നെയായിരിക്കും വേദയെ നോക്കി നിൽക്കുന്നത്. കാരണം ആ ഒരു താലി അറുത്തു മാറ്റാൻ ശ്രമിച്ചിട്ട് പോലും വേദ ഏതായാലും അവിടെ തന്നെ നിന്നു. വേദയുടെ ആ ഒരു ഉറച്ച തീരുമാനം കാണുന്ന സമയത്തിന് കമലാമ്മക്ക് ഒത്തിരി സന്തോഷമായിട്ട് വേദ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ഏതായാലും എൻ്റെ മോൾ ഇവിടെ വിട്ടു പോവാതെ ഇങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു വന്നല്ലോ എന്ന ആ ഒരു സന്തോഷമായിരിക്കട്ടെ കമലാമ്മക്ക്. ഏതായാലും ആ ചടങ്ങെല്ലാം കഴിഞ്ഞതിന് ശേഷം അന്ന് രാത്രിയാവുന്ന സമയത്തിന് വേദ ഏതായാലും വിക്രമിൻ്റെ ബെഡ്റൂമിലേക്ക് തന്നെയായിരിക്കട്ടെ കിടക്കാൻ പോകുന്നത്. വിക്രം മുറിയിലേക്ക് കയറി വന്ന് നോക്കുന്ന സമയത്തിന് വേദ അവിടെ കട്ടിലിരിക്കുന്നത് കാണുന്ന സമയത്തിന് വിക്രത്തിന് അങ്ങ് ദേഷ്യം വന്നിട്ട് അവളോട് അവിടെ നിന്നും എഴുന്നേറ്റ് പോകാനൊക്കെ പറയും. പക്ഷേ വേദ ഏതായാലും ഉറച്ച തീരുമാനത്തിലായിരിക്കും. രണ്ടും കൽപ്പിച്ചുകൊണ്ടായിരിക്കട്ടെ വേദ നിൽക്കുന്നത്. വേദയ്ക്ക് എപ്പോഴും കട്ട സപ്പോർട്ടായിട്ട് അച്ഛമ്മ കൂടെയുള്ളത് കൊണ്ട് തന്നെ വേദ ഏതായാലും രണ്ടും കൽപ്പിച്ചിട്ടായിരിക്കും. മുറിയിലേക്ക് കയറി വരുന്ന സമയത്തിന് വിക്രം ഭയങ്കര ദേഷ്യത്തോടു കൂടി തന്നെ വേദയോട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിലും വേദയുടെ വാക്ക് സാമർത്ഥ്യം കൊണ്ട് വിക്രമിൻ്റെ മുന്നിൽ അങ്ങനെ പിടിച്ചു നിൽക്കുന്നുണ്ട് കേട്ടോ വേദ. അങ്ങനെ രണ്ടുപേരും പരസ്പരം കീരിയും പാമ്പും പോലെ ആ ഒരു ബെഡ്റൂമിൽ വെച്ചിട്ട് ഭയങ്കര നല്ല രീതിയിൽ തന്നെ വഴക്കായിരിക്കും. പിറ്റേ ദിവസം രാവിലെ നേരം വെളുത്ത് കഴിയുന്ന സമയത്തും അവരുടെ ആ ഒരു വഴക്ക് തന്നെ തുടരുകയാണ്. ഭയങ്കര അങ്ങ് ദേഷ്യപ്പെട്ടത് കൊണ്ട് തന്നെ വേദ വിക്രമിനെ അടിക്കാനൊക്കെ ഒരു വടിയെടുത്തിട്ടൊക്കെ വരുന്നത്. ദേഷ്യം വന്നുകൊണ്ട് തന്നെ വേദ ഏതായാലും വിക്രമിനെ അടിക്കാൻ വേണ്ടിയിട്ട് ഒരു വടിയൊക്കെ എടുത്തിട്ട് വരുന്നത്. ആ സമയത്തിന് ദേഷ്യം വന്നുകൊണ്ട് തന്നെ വിക്രം ഒരു ജഗ്ഗിലുള്ള വെള്ളം എടുത്തിട്ട് നേരെ വേദയുടെ മേലേക്ക് അങ്ങ് തൂക്കും. എന്നാൽ ആകെ നനഞ്ഞൊട്ടിയിരിക്കുന്ന വേദയെ കാണുന്ന സമയത്തിന് ഒരു നിമിഷത്തേക്കാണെങ്കിൽ പോലും വിക്രം കണ്ണിമ വെട്ടാതെ വേദയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കും. എന്നാൽ വിക്രം തന്നെ കണ്ണിമ വെട്ടാതെ നോക്കുന്ന ആ നോട്ടമെല്ലാം തന്നെ വേദ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും പിറ്റേ ദിവസമാണെങ്കിലും അവർ രണ്ടുപേരും എപ്പോഴും ഇടിയും വഴക്കും സ്റ്റണ്ടൊക്കെ തന്നെയായിരിക്കും. എന്തൊക്കെ തന്നെ സംഭവിച്ചാലും വിക്രത്തിന് വെറുതെ വിടാനൊന്നും വേദ ഉദ്ദേശിച്ചിട്ടില്ല. മുത്തശ്ശി പറഞ്ഞതുപോലെ വരച്ച വരയില്ലെങ്കിൽ നിർത്താനായിട്ട് വേദയുടെ ഉദ്ദേശം. അങ്ങനെ വിക്രം അന്ന് രാത്രി കിടന്നുറങ്ങുന്ന സമയത്തന്നെ വേദ ഏതായാലും ഒരു ഉപ്പും കല്ലിങ്ങനെ നൂലിലൊക്കെ കൂത്തിയിട്ടിട്ട് വിക്രത്തിൻ്റെ വായിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കും. വിക്രമാണെങ്കിൽ ഉറക്കത്തിൽ ആ ഒരു നൂലിനനുസരിച്ച് ഇങ്ങനെ പൊങ്ങുന്നും താഴുന്നൊക്കെ ഉണ്ട്. അങ്ങനെ കുറച്ച് നേരം കളിപ്പിച്ചതിന് ശേഷം പെട്ടെന്ന് വിക്രം അങ്ങ് ചാടി എഴുന്നേൽക്കാണ്. ആ സമയത്തായിരിക്കും വേദ ഒപ്പിച്ച പണിയാണിത് എന്ന കാര്യം വിക്രത്തിന് മനസ്സിലാവുന്നത്. വിക്രത്തിന് ഭയങ്കര അങ്ങ് ദേഷ്യം വന്നിട്ട് വേദയോട് അങ്ങനെ പൊട്ടിത്തെറിക്കുന്നുണ്ട്. എന്താണെങ്കിലും ചടങ്ങൊക്കെ കഴിഞ്ഞെങ്കിൽ പോലും രണ്ടുപേരും പരസ്പരം കീരിയും പാമ്പും പോലെ എപ്പോഴും വഴക്കായിരിക്കും. എങ്കിൽ പോലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര അങ്ങ് സ്നേഹമായിരിക്കും. വേദ എപ്പോഴും ഭയങ്കര റൊമാൻറ്റിക്കായിട്ട് ഭയങ്കര സ്നേഹത്തോടു കൂടി തന്നെ ആയിരിക്കും വിക്രത്തിനോട് പെരുമാറുന്നത്. എന്നാൽ വേദയുടെ ആ ഒരു സ്നേഹം ആക്സെപ്റ്റ് ചെയ്യാനൊന്നും വിക്രം തയ്യാറാവുന്നില്ല. രണ്ടുപേരും പരസ്പരം പോടാ പോടി എന്നൊക്കെ വിളിച്ചുകൊണ്ട് തന്നെ ഭയങ്കര നല്ല രീതിയിൽ തന്നെ വഴക്കായിരിക്കും. എന്നാൽ വേദ അടുത്തില്ലാത്ത സമയത്തിന് വിക്രത്തിൻ്റെ മനസ്സിൽ വേദയോടുള്ള ആ ഒരു സ്നേഹം തന്നെയായിരിക്കും. വേദയോടുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ട് തന്നെയായിട്ടോ വിക്രം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. താനായിട്ട് വേദയെ ഒരിക്കലും ഇവിടെ പിടിച്ചു നിർത്തരുത്. വേദയ്ക്ക് നല്ലൊരു ഭാവിയുണ്ട്, അതുകൊണ്ട് അവളുടെ ജീവിതം താനായിട്ട് നശിപ്പിക്കുന്നില്ല. അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടിക്കോട്ടെ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ ആയിരിക്കട്ടോ വിക്രം ഈ ഒരു രീതിയിലൊക്കെ വേദയോട് പെരുമാറുന്നത്. അങ്ങനെ വിക്രത്തിൻ്റെ വീട്ടിൽ എപ്പോഴും വേദയും വിക്രവും തമ്മിൽ പരസ്പരം ഇങ്ങനെ വഴക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എപ്പോഴും അവർക്ക് പാരയായിട്ട് നന്ദിനിയും കൂടെയുണ്ട്. നന്ദിനിക്ക് ഭയങ്കര സന്തോഷമാവാണ് കേട്ടോ. കാരണം താലികെട്ട് കഴിഞ്ഞിട്ട് പോലും ഇവർ രണ്ടുപേരും എപ്പോഴും പ്രശ്നമാണല്ലോ എന്നൊക്കെ ചിന്തിച്ചിട്ട് സുധാകര മാഷാണെങ്കിൽ ഇവരുടെ ഈ ഒരു താലികെട്ട് കഴിഞ്ഞെങ്കിൽ പോലും വേദയെ അത്രമാത്രം അങ്ങ് അംഗീകരിച്ചിട്ടൊന്നുമില്ല. വിക്രം ശരിക്കും വേദയുടെ കാര്യത്തിൽ അങ്ങ് താലി കെട്ടിയിട്ടില്ലല്ലോ, താലി കെട്ടിയാൽ മാത്രം അംഗീകരിക്കുമെന്നല്ലേ മാഷ് പറഞ്ഞിരുന്നത്. എന്നാൽ ആ താലി വന്നിട്ട് വേദയുടെ കാര്യത്തിൽ ചാടിയതല്ലേ. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഈ ഒരു ബന്ധം വേദയെ തനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്ന രീതിയിൽ തന്നെ ആയിരിക്കും സുധാകര മാഷിന്റെ സംസാരം. മാഷ് പറയുന്നത് വിക്രത്തിന്റെ മനസ്സൊരിക്കലും മാറാനൊന്നും പോകുന്നില്ല. അവനൊരിക്കലും വേദമോളുടെ കഴുത്തിൽ താലിയൊന്നും കെട്ടിയിട്ടില്ലല്ലോ. അവന്റെ മനസ്സ് മാറാനും അവന്റെ സ്വഭാവം മാറാനും ഒട്ടും തന്നെ ചാൻസ് ഇല്ല. അതുകൊണ്ടാണല്ലോ വേദമോളുടെ കഴുത്തിൽ അവൻ താലി കെട്ടാത്തത് എന്നൊക്കെ പറഞ്ഞ് വിക്രത്തിനെ ഇങ്ങനെ കുറ്റപ്പെടുത്തിയിട്ടൊക്കെ സംസാരിക്കുന്നുണ്ടോ കമലാമ്മയോട്. ഇനി എന്തൊക്കെ തന്നെ സംഭവിച്ചാലും ശരി, വിക്രം ഒരിക്കലും തന്റെ സ്വഭാവം മാറ്റാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. ശ്രീനിവാസൻ സാറിന്റെ പിൻഗാമിയായിട്ട് നടക്കാൻ തന്നെയായിരിക്കട്ടെ വിക്രത്തിന്റെ തീരുമാനം. അങ്ങനെ ശ്രീനിവാസൻ സാറിൻ്റെ മകളും ഭാര്യയൊക്കെ നാട്ടിലേക്ക് വരുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യത്തിലും ഫുൾ സപ്പോർട്ടായിട്ട് വിക്രം കൂടെ ഉണ്ടായിരിക്കും. ശ്രീനിവാസൻ സാറിൻ്റെ മോൾക്കാണെങ്കിൽ വിക്രത്തിനെ കാണുന്ന സമയത്ത് തന്നെ വല്ലാത്തൊരു ക്രഷൊക്കെ തോന്നാണ്. എന്നാൽ അങ്ങനെ ഒരു ഇഷ്ടം ശ്രീനിവാസൻ സാറിൻ്റെ മകൾക്ക് വിക്രത്തിനോട് തോന്നുന്നത് കൊണ്ട് തന്നെ അത് വേദയുടെ വിക്രത്തിൻ്റെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നീട് അങ്ങനെ വേദ അന്ന് വൈകുന്നേരം വിളക്ക് തെളിയിക്കാൻ നോക്കുന്ന സമയത്തിന് പെട്ടെന്ന് എന്തോ തട്ടിയിട്ട് തൻ്റെ കയ്യിൽ നിന്നും ദീപങ്ങ് തെറിച്ചു പോവും. അതോടുകൂടെ തന്നെ വേദക്ക് അത് ഭയങ്കര സങ്കടമായിരിക്കും കേട്ടോ. കാരണം അത്രമാത്രം ദൈവവിശ്വാസിയില്ലേ വേദ. തൻ്റെ കയ്യിൽ നിന്നും ആ നിലവിളക്ക് താഴെ വീണ് തെറിച്ചു പോയത് ഒരു ദുസ്സൂചനയാണ് എന്നൊക്കെ ആയിരിക്കും വേദക്ക് തോന്നുന്നത്. എന്നാൽ വേദ ദുസ്സൂചന എന്ന് ചിന്തിച്ചത് അതേപോലെ തന്നെ ആയിരിക്കും പിന്നീട് അങ്ങനെ വിക്രത്തിന്റെ ജീവിതം മാറി മറിയാൻ പോകുന്നത്.
ശ്രീനിവാസൻ സാറിന്റെ കാര്യങ്ങളൊക്കെ നടത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് വിക്രം ഓടി നടക്കുന്ന സമയത്ത് തന്നെ അറിയാതെ ആണെങ്കിൽ പോലും വിക്രം വേറൊരു കേസിൽ ചെന്ന് അകപ്പെടുന്നുണ്ട്. അങ്ങനെ വിക്രം ഒരു കൊടും ക്രിമിനലാണ് എന്ന രീതിയിലൊക്കെ പോലീസുകാരെ വീട്ടിലേക്ക് വന്നിട്ട് വിക്രത്തിനെ വിലങ്ങ് വെച്ചിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ഇതെല്ലാം കണ്ടിട്ട് വേദ കൊട്ടുന്നതിന് സഹിക്കാൻ കഴിയുന്നുണ്ടാവില്ല. വിക്രം അറസ്റ്റിലായതോടുകൂടി തന്നെ വിക്രത്തിനെ അന്വേഷിച്ചുകൊണ്ട് തന്നെ ശ്രീനിവാസൻ സാറിന്റെ മകൾ ഇങ്ങനെ വീട്ടിലേക്ക് വരുന്നുണ്ട്. ആ സമയത്തിന് കമലാമയുമായിട്ടും ശ്രീജയുമായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. ആ പെൺകുട്ടിയുടെ സംസാരത്തിൽ നിന്നും തന്നെ വിക്രത്തിനോട് ആ കുട്ടിക്ക് ക്രഷാണ് എന്ന കാര്യങ്ങളെല്ലാം വേദ മനസ്സിലാക്കും. വേദക്ക് അതൊന്നും കേട്ടിട്ട് ഒട്ടും തന്നെ സഹിക്കാൻ കഴിയുന്നില്ല. താൻ ജീവനോളം സ്നേഹിക്കുന്ന തൻ്റെ വിക്രമിനെ മറ്റൊരു പെൺകുട്ടി മനസ്സിലിട്ട് നടക്കുന്നുണ്ടല്ലോ. ഇനി ഒരു പക്ഷേ അങ്ങനെ എന്തെങ്കിലും വിക്രമിൻ്റെ മനസ്സിലുണ്ടാവോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ വേദക്കാകെ വിഷമായിരിക്കും. പിന്നീട് ആയിരിക്കൂടെ വിക്രത്തിൻ്റെ വീട്ടുകാരെല്ലാം തന്നെ അറിയുന്നത് വിക്രം എന്തോ ഒരു വലിയ ക്രിമിനൽ കേസിൽ തന്നെ അകപ്പെട്ടു എന്ന്. പോലീസുകാരെല്ലാം ചേർന്നിട്ട് വിക്രത്തിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി എന്ന വിവരങ്ങളെല്ലാം തന്നെ വീട്ടിലറിയും. പിന്നീട് അങ്ങനെ കരച്ചിലും ബഹളമൊക്കെ ആയിരിക്കും. വിക്രം ഒരിക്കലും ഇങ്ങനൊരു തെറ്റ് ചെയ്യില്ല എന്ന കാര്യം വേദക്ക് അറിയുന്നുണ്ടെങ്കിൽ പോലും വേദക്ക് പോലും അതിൽ നിന്നും രക്ഷിക്കാൻ കഴിയുന്നില്ല. ഇനി എന്തായാലും വിക്രത്തിൻ്റെ വേദനയും ജീവിതം തന്നെ മാറി മറിയുന്ന ഒരു അടിപൊളി സൂപ്പർ എപ്പിസോഡൊക്കെ വരാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ.